ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജന സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ജന സർവീസ്, ഓയിൽ ചെക്കപ്പ്, അതേപോലെ തന്നെ വാട്ടർ സർവീസ്, സൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇടയ്ക്ക് പുകയുടെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് പുക കാണിക്കുന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് സൗണ്ടിൽ അങ്ങനെ വലിയ വേരിയേഷൻസ് ഒന്നും പറയാനായിട്ടില്ല. ഇതിൻ്റെ ഈ മഫ്ലറിൻ്റെ ഈ സൈഡിൽ വരുന്ന ചെറിയൊരു ലൂസായിട്ട് ആ ഗ്യാസ്കറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു എയർ ലീക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിലവിൽ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഹാൻഡിലൊക്കെ നല്ല വെട്ടൽ കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഓടിക്കുമ്പോൾ ഒരു പാളിച്ചൊക്കെ ഫീൽ ചെയ്യാനുണ്ട്. അതാണ് മെയിനായിട്ട് ഓടിക്കുമ്പോൾ തോന്നിയ കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കഴിച്ചാണ്. കമ്പനി ലൈനറൊക്കെ കിടക്കണേ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. ക്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. തൽക്കാലത്തേക്ക് നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ പറഞ്ഞ പോലെ ടയർ ശരിക്കും ഇനി നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഇത് മേടിച്ചിട്ടേക്കാണ്, ഇനി മേടിച്ചിടുന്ന സമയത്ത് ഇതേപോലത്തെ കട്ട കൂടിയ മോഡൽ ഒരു കാരണവശാലും മേടിക്കരുത്. പ്രത്യേകിച്ച് ഈ ഒരു ബ്രാൻഡ് എടുക്കുകയും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ മോഡൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ തേയ്മാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ ഫ്ലാറ്റായ രീതിയിലാണ് തേയ്മാനം വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്ക് ഓടുന്ന സമയത്ത് റോഡിൻ്റെ സൈഡ് ചെരിവിൻ്റെയൊക്കെ അനുസരിച്ച് വണ്ടി കയ്യിൽ നിന്ന് പാളി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇനി എടുക്കുന്ന സമയത്ത് ഇതേപോലത്തെ എടുക്കാതിരിക്കുക. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ അതിൻ്റെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, ചെയിൻ ടൈറ്റ് ചെയ്തെടുക്കാം. എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്, കുഴപ്പമൊന്നുമില്ല. എയർ അടിച്ച് നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ ഇവിടെ വരുന്ന ആക്സിലേറ്ററിൻ്റെ സ്ലൈഡർ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അത് കാരണം ആക്സിലേറ്റർ നമുക്കൊരു ചെറിയ ബലം കാണിക്കാം. അത് ഈ മോഡൽ വണ്ടികൾക്ക് കോമൺ ആയിട്ടുള്ള കേസാണ്. തൽക്കാലം നമ്മൾ ആ സ്ലൈഡറൊന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴും ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ശരിക്കും പറഞ്ഞാൽ റീസോൾ ചെയ്തേക്കുന്ന ടയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ തേയ്മാനങ്ങൾ പല രീതിയിലാണ് വരാം. അതും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാളിൽ കാണിക്കാനുള്ളൊരു കാരണമായിട്ടുണ്ട്. വണ്ടി സ്ലോവിലൊക്കെ പോകുമ്പോൾ നമുക്ക് കയ്യുമൊക്കെ ശരിക്കും ഹാൻഡിലുമ്പോൾ ശരിക്കും അതിൻ്റെ ജർക്കിങ് അനുഭവപ്പെടുന്നുണ്ട് ഈ ടയറിൻ്റെ കേട്ടോ. അത് റീസോള് മോഡലാണ്, അതുകൊണ്ടാണ് വന്നേക്കണത് ഈ കംപ്ലയിൻറ്റ് കാണിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ കിടന്ന് ഓടുമ്പോഴുള്ള പ്രശ്നം വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് വരും, കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ് വരും. കാരണം ടയർ ഈ മോഡലായതുകൊണ്ട് തന്നെ കേട്ടോ. ആ ജർക്കിങ് ഫുൾ ടൈം കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വന്ന മിസ്റ്റേക്കാണത്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് നമ്മൾ ചെക്ക് ചെയ്യാനും അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാനാണ്. അപ്പോൾ നിലവിൽ പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് പാഡൊക്കെ ഉണ്ട്. ഈ ബൂട്ട് സെറ്റ് മാത്രം ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ നമ്മളതിൻ്റെ ഈ അതിക്രമത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പ്ലഗ് ക്ലീൻ ചെയ്യാനുള്ളൂ. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴും മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ ടൈമിൻ്റെ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും കിടക്കണം നല്ല ഓയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുറമേ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. പിന്നെ ഇത് ഇരിക്കുന്ന ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കേസും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. സൗണ്ട് വേരിയേഷൻസ് വേറെ നമുക്കൊരു പ്രോബ്ലം ആയിട്ടൊന്നും തോന്നണില്ല. അതേപോലെ തന്നെ പുകയുടെ പ്രോബ്ലം പഴക്കം കൊണ്ട് വന്നേക്കുന്ന ഒരു കേസ് മാത്രമാണ്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് പുകയുടെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം നമ്മളതൊന്നും തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടാം, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കാരണം ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്തു, ഓയിൽ ലെവൽ അങ്ങനെ കുറയുന്നില്ല. അപ്പോൾ പരമാവധി നോക്കാം. നമുക്ക് ആ ഭാഗമൊക്കെ പുകയുടെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമാണ് നമുക്ക് കഴിക്കേണ്ടി വരിക. ഇച്ചിരി എക്സ്പെൻസാണ്. തൽക്കാലം നമുക്ക് ഈ രീതി തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ കേട്ടോ. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ.